ഹലോ മൈഡിയേഴ്സ്. അപ്പം നമ്മളുടെ ഡിഗ്രി ലെവൽസിന്റെ പ്രിലിംസിന്റെ രണ്ട് സ്റ്റേജസും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആർക്കൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് സിജി ബിജു എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ അതായത് ഫസ്റ്റ് എക്സാമിന്റെ കട്ട് ഓഫ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എത്ര മാർക്കിന് മുകളിലേക്കുള്ളവരാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടിന്റെയും കൂടി കമ്പാരിസൺ വെച്ചിട്ടൂടെ ഞാൻ പറയാവുന്നതാണ്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു GK ലെവൽസിനകത്ത് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ അനുസരിച്ചിട്ട് പല കുട്ടികൾക്കും ആദ്യമേ തന്നെ മാത്സ് അവരുടെ മുമ്പിൽ വരികയും അതുപോലെ തന്നെ മാത്സിനകത്ത് കുറെ അധികം സമയം കഴിഞ്ഞതുകൊണ്ട് ലാസ്റ്റ് ഒരു വെപ്രാളത്തിൽ പോയിരുന്ന് GK ചെയ്തുകൊണ്ടും പലതും മൈനസ് മാർക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. തന്നെയുമല്ല, മലയാളത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്ര മാർക്കിലേക്കും പലർക്കും എത്താൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിനെയെല്ലാം ഒരു ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പഠിക്കാവുന്ന ഒരു റേഞ്ച്, അതായത് ഫസ്റ്റ് സ്റ്റേജിന് ഒരു 40+ഉം സെക്കൻഡ് സ്റ്റേജിന് ഒരു 50+ഉം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ അത്രത്തോളം, അതായത് കാരണം നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. സാധാരണ പോലെ 100 മാർക്കിന്റെ എക്സാം അല്ല എന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കൂടാതെ നമ്മൾക്ക് ഇവിടെ പേപ്പർ 1 എന്ന് പറഞ്ഞ ഈ പറഞ്ഞിരിക്കുന്ന മാർക്കിനേക്ക് താഴേക്കുള്ളവർ പേപ്പർ 1 എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സെപ്റ്റംബർ 27 ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾക്കൊരു 85 ദിവസത്തോളം മാത്രമേ വരത്തുള്ളൂ. അതിനിടയിൽ ഓണം ഒക്കെ വരും. അപ്പൊ അതിന് നമ്മൾക്ക് കുറെ അധികം ദിവസങ്ങൾ മിസ്സായി പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു അത്യാവശ്യം ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പേപ്പർ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 50+ മാർക്കിനോളം വരുന്നത്. അതിനകത്ത് നമുക്ക് അറിയാവുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ദേശീയ ദുരന്തം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ബയോഡൈവേഴ്സിറ്റി പോലെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുമാണ് അറിയാവുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ചില വ്യക്തികൾ നേരത്തെ BBA അല്ലെങ്കിൽ MBA ഒക്കെ പഠിച്ചിട്ടുള്ളവരും BTechന് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ചുകൂടെ കിട്ടും. എന്നാലും അവരെ സംബന്ധിച്ചിട്ട് ജസ്റ്റ് അറിയാമെന്ന് പറഞ്ഞിട്ട് PSCയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് OMR പരീക്ഷയാണ് വരുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് വെറുതെ എന്തെങ്കിലും എഴുതി വെക്കുകയല്ലോ. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ വിത്തിൻ സിലബസിനകത്ത് നിന്ന് പഠിച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അത്രയും നമ്മൾ ടൈം വളരെ കുറച്ചായിരിക്കും ഉള്ളത്. പേപ്പർ 1ന് 1.5 മാർക്കാണ് വരുന്നത്, സോറി 1.5 മണിക്കൂറാണ് വരുന്നത്. പേപ്പർ 2നും അത്ര ടൈമാണ് വരുന്നത്. അപ്പം ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് പരീക്ഷ എഴുതി തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതും ആണ്. ഇനി റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലരും എന്ത് ചെയ്യും, ഇത്രയും മാർക്ക് പുറകിലേക്ക് പോകും. അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയുക. 40+ ഉള്ളവരും 50+ ഉള്ളവരും ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എന്ത് ചെയ്യാവുന്നതാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജിന് 40യും സെക്കൻഡ് സ്റ്റേജിന് 50+ ഉള്ളവരും പഠിച്ചു തുടങ്ങുക. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 അതിന് തൊട്ട് മാർക്ക് ഒരു 2-3 മാർക്കൊക്കെ കുറവാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പേപ്പർ 1 കംപ്ലീറ്റ് ആക്കി വെക്കുക. പേപ്പർ 1 നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റ് തന്നെയാണ്. കുറച്ചുകൂടെ അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. കൂടുതലും നമ്മൾ ഇവിടെ NCERT ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം പേപ്പർ 1 എന്ന് പറയുന്ന സമയത്ത്. കാരണം SCERTക്കാൾ അവിടെ പ്രാധാന്യം വരുന്നത് NCERTക്കാണ് വരുന്നത്. അപ്പം സ്പെഷ്യൽ ലോസും അതുപോലെ തന്നെ നമ്മൾക്ക് കേരള അഡ്മിനിസ്ട്രേഷനും ഇല്ല എങ്കിൽ പോലും പല കണ്ടന്റ്സും ഇതിനകത്ത് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങൾ, ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ദുരന്തം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് കേരള അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ മാർക്കുകൾ ഇവിടെ പേപ്പർ 2നകത്ത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ തന്നെയാണ്, പേപ്പർ 2നകത്ത് തന്നെയാണ്. ആ ഒരു സംഭവങ്ങള് കേരള എക്കണോമി, കേരള എന്താണ് ഡെവലപ്മെന്റ് മോഡൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഇച്ചിരി ടൈറ്റ് ആണ്. അത് 30 മാർക്കിന് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ സിലബസ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ആ ഒരു ടൈമിൽ ഇപ്പൊ ഇവിടെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിലബസ് വളരെ കുറച്ചിട്ടാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് കണ്ടോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ ഡെഫിനിഷൻ അതൊക്കെ നമ്മൾ എന്ത് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം 10-15 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് നന്നായിട്ട് റിവൈസ് നിങ്ങൾ ചെയ്യുക. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് വരുന്നതും ഇത് രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ റിവിഷൻസ് ചെയ്ത് അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അതിനകത്തുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ഏത് തന്നെയാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും തന്നെയാണ്.
ഇനി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് അത് നമുക്ക് 20 മാർക്ക് വരുന്നുണ്ട്. ആ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മെയിൻസ് കിട്ടത്തില്ല, കിട്ടുമെന്ന് സംശയത്തിലിരിക്കുന്നവർ എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു വെക്കണം. കാര്യം ഇനി വരുന്ന എക്സാംസിനായാലും നിങ്ങൾക്ക് അത് ഉപകരിക്കും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാലും യൂണിവേഴ്സിറ്റി എല്ലാം നമുക്ക് ഇനി വിളിക്കാൻ പോകുന്നതാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യേണ്ടതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇല്ല. പിന്നെ അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഈ കേരള മോഡൽ എക്കണോമിയും കേരള മോഡൽ ഡെവലപ്മെന്റും നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് കറണ്ട് അഫേഴ്സ് പഠിക്കുന്നത് പോലെ പഠിക്കണം. കാരണം അത് ഫുൾ ഓഫ് വാല്യൂസ് ആണ്. മനസ്സിലായോ? പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർക്ക് മാർക്ക് പോകുന്ന ഏരിയ ഇതായിരിക്കും. കാരണം നമുക്കറിയാലോ, ഇപ്പോഴത്തെ കെ എസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു മോഡലായിട്ട് സ്വീകരിച്ചിട്ട് അതിന്റെ കണക്റ്റഡ് പോയിന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. അപ്പൊ ആ അതായത് കെ എസ് പരീക്ഷയുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ ആ പ്രിലിംസിന്റെ സെക്കൻഡ് പേപ്പറിനകത്ത് വന്നിരിക്കുന്ന കണ്ടന്റ് എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരള എക്കണോമിയും കേരള മോഡൽ ഡെവലപ്മെന്റും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓൾറെഡി നമ്മൾ 2-3 വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്കണോമിക് സർവേ എന്ന് പറഞ്ഞിരിക്കുന്ന ഫയൽസ് നമ്മൾക്ക് ഗൂഗിളിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്ലാനിംഗ് ബോർഡിന്റെ സൈറ്റിൽ നിന്നൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതിന് 650 700 ഒക്കെ പേജസ് ആണ് അതിനകത്ത് അത്രയും വന്നിരിക്കുന്നത്. അത്രയും പേജസിനകത്ത് നമുക്ക് വേണ്ട കണ്ടന്റ്സ് ഒക്കെ എഴുതി വരുമ്പോഴത്തേക്കും മൊത്തം ഇത് വാല്യൂസ് ആണ്. അതായത് നമുക്ക് എക്കണോമിക്സ് ഒക്കെ എത്രയും പഠിക്കാൻ പാടുണ്ടോ അതിനേക്കാളും നല്ല പാടാണ് സംഭവം നമ്മൾ മനസ്സിലാക്കി എടുത്ത് അതിന്റെ വാല്യൂസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വരുമ്പോഴത്തേക്കും. തിയറിറ്റിക്കലി കൂടുതലും ഈ കേരള എക്കണോമി കേരള മോഡൽ ഡെവലപ്മെന്റിനകത്തും നമുക്ക് എന്തുവാ വരുന്നത്? കൂടുതലും നമ്മളുടെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. മനസ്സിലായി? അതായത് 2022-23 അപേക്ഷിച്ച് എന്ത് വരുന്നു, 23-24 എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഈ അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ളതായാലും അതുപോലെ തന്നെ റവന്യൂ വരുമാനമായിക്കോട്ടെ, റവന്യൂ കമ്മി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ മോഡൽ തൊഴിലനുപാതം, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും നിങ്ങൾ കറക്റ്റായിട്ട് കേരള എക്കണോമി കേരള മോഡൽ ഡെവലപ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു പോവേണ്ടതാണ്. ദെൻ ഇവിടെ വരുമ്പോൾ വളരെ സിമ്പിൾ ആണ്, വലിയ കുഴപ്പമില്ല. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും ആ ലെവൽ ഓഫ് എക്സാംസിന്റെ കാര്യത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഡിസാസ്റ്റർ ഒക്കെ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ഗവേണൻസ്, അത് എല്ലാ പരീക്ഷകൾക്കും വരുന്നതാണ്. പക്ഷെ നമുക്കിവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പ് ലെവലിൽ തന്നെ പഠിക്കണം. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് ഏത് ടെക്സ്റ്റുകളൊക്കെ ആയിരിക്കും? ഡിഗ്രി ലെവൽസിന്റെ ടെക്സ്റ്റുകളായിരിക്കും. ഡിഗ്രി ലെവൽ മീൻസ് എന്താണ്, ഓരോ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഉണ്ടല്ലോ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരി ഇഷ്ടം പോലെ പോകും. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് സ്ലൈഡ് ഉണ്ടാക്കുന്നതിന് ദിവസം എത്ര ടൈമാണ് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യേണ്ടതാണ്? ഇപ്പം നമ്മൾ ഒത്തിരി അധികം ഈ കണ്ടന്റ് ഒക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി അകലെയായി പോകും. കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് കൃത്യം 85 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നിങ്ങൾ അതെല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി നിങ്ങൾ തന്നെ തയ്യാറാക്കുക. കൂടാതെ NCERT പഠിക്കണം. അത് കൂടാതെ PSC ബുള്ളറ്റിനകത്ത് കുറച്ച് ഏറെ MCQ മോഡൽസ് ആര് കൊടുക്കുന്നുണ്ട്? PSC കൊടുക്കുന്നുണ്ട്. അത് IT റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ GK ആൻഡ് കറണ്ട് അഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ MCQ മോഡൽസ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പരീക്ഷ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അത്യാവശ്യം നിങ്ങൾക്ക് മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ ഏത് പറ്റും, ആ ഒരു രീതിയിൽ അവലംബിച്ചു കഴിഞ്ഞാൽ പറ്റും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഡിഗ്രി ലെവൽ മെയിൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും പ്രിലിംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു 20 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്തു പോവുക. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ കൊണ്ടുപോവുക. അതിന് വലിയ രീതിയിൽ പ്രയോറിറ്റി ഇല്ല എങ്കിൽ പോലും ഇംഗ്ലീഷിനും മലയാളം കൂടെ ചേർന്നിട്ട് 26 മാർക്ക് നമ്മൾക്ക് ഇവിടെ ഉണ്ട്. 2 പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. രണ്ടും കൂടെ ചേർന്നിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 140+ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം ആദ്യത്തെ 200 250 റാങ്കിനകത്ത് വരാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ 100% കിട്ടും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് സമയം കളയാതെ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ നമ്പർ ഇതിനകത്ത് താഴെ കൊടുത്തിരിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾക്ക് 999 ആണ് വരുന്നത്. മാത്സ് വെച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും ഡെയിലി പ്ലാനോട് കൂടിയിട്ട്, അതായത് ഒരു കുട്ടി ഇപ്പം നമ്മൾ കണ്ടന്റ് ക്ലാസ് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കുട്ടിക്ക് അറിയണമല്ലോ എന്തൊക്കെ ഓരോ ദിവസവും പഠിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു വെയിൽ കൂടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഡിഗ്രി ലെവൽസ് നമ്മൾക്ക് കുറെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നത്. മനസ്സിലായി?
അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഗൈഡൻസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ. കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്ക് അപേക്ഷിച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം തന്നെ മെന്ററിങ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്നൊരു ഡെയിലി ടൈം ടേബിളോട് കൂടിയിട്ട് റെക്കോർഡ് ക്ലാസ്സും ലൈവ് സെഷൻസും അതുപോലെ തന്നെ ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം കൂടെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. മാത്സ് ഇല്ല, ബാലൻസ് 185 മാർക്കിൻ്റെതാണ് വരുന്നത്. മലയാളവും ഇംഗ്ലീഷും എല്ലാ സബ്ജക്റ്റുകളും ചേർത്തിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം. 999 ആണ് നമ്മളുടെ ഇതിനകത്ത് കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പേപ്പർ 2 മാത്രമായിട്ട് നിങ്ങൾക്ക് 999 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാര്യം ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒരു അഡീഷണൽ ആഡ് ഓൺസ് പോലെ തന്നെ വെറുതെ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത് വിശ്വസിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.